ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് ജനറലായിട്ട് സർവീസ് ചെയ്യണം, അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് ചെയ്യുക. ചെക്കപ്പ് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ. പിന്നെ സെൽഫ് ചെക്കപ്പ്, അതായത് മോർണിംഗിൽ വണ്ടി സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ട്, അതാണ് മെയിൻ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞാണ്. ബാക്ക് ബ്രേക്ക് ചെക്കപ്പ്, ഹോൺ ട്യൂണിങ്, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ചെക്ക് ചെയ്തു. 2-3 ദിവസം ഇപ്പോൾ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കയറ്റി ചെക്ക് ചെയ്ത സമയത്ത് വണ്ടി സ്റ്റാർട്ടിങ് ആവണില്ല. ഇതിനകത്ത് 2-3 കാരണങ്ങളുണ്ട് അതിനകത്ത്. ഒന്ന്, സെൽഫ് പ്രോപ്പറായിട്ട് വർക്ക് ആവണില്ല. അത് ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റാണ്. 2021 ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കണേ. 2021 ആണ്ടിൽ വെച്ചാണ് ബാറ്ററി. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി. വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്തുണ്ടല്ലോ വോൾട്ട് കറക്റ്റ് കാണിക്കും, 12.57 വരെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് വോൾട്ട് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. മോട്ടറിന് കൃത്യമായിട്ട് ആംബിയറോടുകൂടി വർക്ക് ചെയ്യാനുള്ള പവർ ബാറ്ററിക്ക് വേണം. അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ട് താഴേക്ക് പോകണമുണ്ടോ, 7.42 വരെ വന്നിട്ടുണ്ട്. 8.5 വോൾട്ടിൽ താഴേക്ക് പോയ ബാറ്ററി കംപ്ലൈൻറ്റാണ്, മാറ്റി പുതിയത് വെക്കണം, എന്നാലാണ് അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഓൾറെഡി ബാറ്ററിയുടെ അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും 7.4540 ആ റേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. അതായത് 7.5 വോൾട്ടിനോട് താഴെയാണ് നിൽക്കണേ. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൽഫ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കും. അത് ബാറ്ററിയുടെയാണ്. അപ്പോൾ ബാറ്ററി നമ്മൾ മാറ്റി വയ്ക്കണം. പക്ഷേ നമ്മൾ വേറൊരു ബാറ്ററി വെച്ചിട്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് വണ്ടി സ്റ്റാർട്ട് ആവണില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ കാർബേറ്ററിനകത്ത് വരുന്ന ഈ സ്ലോ ജെറ്റ് കാര്യങ്ങളൊക്കെ ബ്ലോക്കായിരിക്കാം. ഇതിപ്പോൾ കാർബേറ്റർ ഞാനിപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചു. അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്. ഇത് മെയിനായിട്ട് പറഞ്ഞ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോളുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലൈൻറ്റാണ്. എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ കിട്ടുക. അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഈ കാർബേറ്ററിനകത്ത് വന്നേക്കണേ. ഇതിനകത്ത് വീഡിയോയിൽ കൃത്യമായിട്ട് കിട്ടുമെന്ന് അറിയില്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ കാർബേറ്ററിൻ്റെ ഈ ഭാഗമൊക്കെ ദ്രവിച്ച പോലെ ഇരിക്കണം, ഒരു ഫംഗസ് പിടിച്ച പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അതാണ് സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയിക്കണേ. മെയിൻ ജെറ്റും അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് റെഡി ആയിക്കോളും. പക്ഷേ നമുക്ക് ഇതിനകത്തൊരു പ്രോബ്ലം വരാൻ സാധ്യതയുള്ളൊരു കേസ് എന്ന് വെച്ചാൽ ഈ ഓവർഫ്ലോൻ്റെ നീഡിലുണ്ടല്ലോ, ഈ നീഡിൽ തുറക്കി അടയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിട്ടാണ് ഈ കാർബേറ്ററിനകത്തേക്ക് പെട്രോൾ ഫില്ല് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഈ കൂർത്ത ഭാഗം ചെന്ന് ഹോളിൽ അടയുമ്പോഴാണ് പെട്രോൾ ആവശ്യത്തിനായി കഴിഞ്ഞാൽ ചെന്ന് ബ്ലോക്ക് ചെയ്യണത്. ആ ഭാഗം ഇതേപോലെ തന്നെ ഒരു ദ്രവിച്ചൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാർബേറ്റർ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു പക്ഷേ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ഈ കറുത്ത പൈപ്പ് വഴി താഴേക്ക് പെട്രോൾ ചാടി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് കാർബേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ. മെയിനായിട്ട് നമ്മളുടെ മെയിൻ പ്രോബ്ലം കാർബേറ്ററിൻ്റെയാണ്. മെയിനായിട്ട് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലം. സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുന്നത് ബാറ്ററിയും. ഇത് രണ്ടും കൂടി ഈക്വലായിട്ട് വരുമ്പോഴാണ് സ്റ്റാർട്ടായി കിട്ടാൻ അത്ര ഒരു ബുദ്ധിമുട്ട് കാണിക്കുക. വണ്ടി ആയിട്ടേ ഉണ്ടായില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് മെയിനായിട്ട് വന്ന റീസൺ. പിന്നെ നമുക്ക് ഈ സ്പാർക്ക് പ്ലഗിലേക്ക് പവർ സപ്ലൈ ചെയ്യുന്ന ഈ കോയിലേക്ക് ഉണ്ടല്ലോ, ഇതും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി കളയാനായിരിക്കും നല്ലത്. കാരണം ഈ സൈഡൊക്കെ പൊട്ടിയിട്ട് ഈ സൈഡൊക്കെ എർത്തിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റിവിടാം. ഇത്രയാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് മെയിനായിട്ട് ചെയ്യേണ്ട കേസ്. പിന്നെ നമുക്ക് ജനറലായിട്ട് സർവീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജനറൽ സർവീസിൻ്റെ കയറ്റി ഡീറ്റെയിൽ ആയിട്ട് വണ്ടി ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്കിൻ്റെ ലൈനർ നമുക്ക് കിടക്കുന്നത് ഒറിജിനൽ ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. പക്ഷേ എന്നാൽ പോലും പുതിയ ലൈനറാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ബ്രേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. ഇത് നമ്മൾ എങ്ങനെ ബ്രേക്ക് സെറ്റ് ചെയ്താലും നമുക്ക് ആ ബ്രേക്ക് കറക്റ്റായിട്ട് നിൽക്കില്ല. ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കായിരിക്കും കാണിക്കുക. അത് ഈ ലൈനറിൻ്റെയാണ്. എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചേക്കണതാണ്. പരമാവധി ഉപയോഗിച്ച് തീർന്നതിന് ശേഷം മാത്രം മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ. മാക്സിമം ഉപയോഗിക്കാം. ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ബോക്സ് ഓയിൽ നമ്മൾ നോക്കി നല്ല ഓയിലാണ് കേട്ടോ. ബാക്കിലത്തെ ടയറൊക്കെ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്. പക്ഷേ അതും ഒറിജിനലല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് കിടക്കുന്നത് കേട്ടോ. പക്ഷേ നമുക്കത് നേരടിച്ച് ക്ലീനാക്കി ഇടാം. നെക്സ്റ്റ് ടൈം പിന്നീട് മാറ്റിയിടുമേ ഇതൊക്കെ ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മളുടെ പൈസ പോണ പരിപാടിയാണ്. കാരണം ഞാൻ പെട്ടെന്ന് കയറി ബ്ലോക്ക് ആവുകയും എയർ സർക്കുലേഷൻ കറക്റ്റായിട്ട് കിട്ടാതെ വരികയും ചെയ്യും. ഹെഡിനകത്ത് കരിയുടെ അളവ് കൂടാനൊക്കെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററൊക്കെ ഒരു കാരണമായിട്ട് വരും. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ പെട്ടെന്നായിരിക്കും ഇതിൻ്റെ കംപ്ലയിൻറ്റ്സ് കാണിക്കുക. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്ന ഉപയോഗം പോലെ പതുക്കെ അതിൻ്റെ ഗ്രാജുവലി നമ്മളുടെ കമ്പനിയായിട്ട് ഉപയോഗിക്കണേക്കാളും കൂടുതൽ പെട്ടെന്ന് ഈ സാധനം കംപ്ലയിൻറ്റിലേക്ക് വരും. അതായത് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഹെഡിനകത്ത് കാർബണിൻ്റെ അളവ് കൂടാൻ അതൊരു കാരണമായിട്ട് വരും. പിന്നെ CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. അത് സർവീസിൻ്റെ ഭാഗമായിട്ട് ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിങ് അടക്കം ഉള്ളത് കൊണ്ട് റൊട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അയച്ചാണ്. അതിൻ്റെ വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ഇതിനകത്ത് ഈ ബോസ് ഡ്രൈവും ഈ വേരിയേറ്റർ ബോഡിയും തമ്മിൽ പ്ലേ ഉണ്ട് ചെറുതായിട്ട്.
മൈന്യൂട്ടായിട്ട് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്ത് ഇപ്പോൾ അത് മാറ്റണമെന്നില്ല. ഇത് കുറച്ചും കൂടി ഓടുന്നതിനനുസരിച്ച് കംപ്ലയിൻറ്റ് വരും. കംപ്ലയിൻറ്റ് വരുമ്പോൾ വന്ന പ്രോബ്ലം വെച്ചാൽ വണ്ടിക്ക് വലിയ കുറവ് കാണിക്കും. ക്ലച്ച് സൈഡിൽ നിന്നൊരു വിറയൽ പോലെ ഒരു ചെറിയൊരു സൗണ്ട് വേരിയേഷൻ വരും. അതാണ് ഇതുകൊണ്ട് വരാനുള്ളത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടാണ് സർവീസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിലായാലും നമ്മൾ ഇതേപോലെ തന്നെ അഴിച്ച് ചെക്ക് ചെയ്യും. കൂടുതലായിട്ടുള്ള കംപ്ലയിൻ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റി കളഞ്ഞാൽ മതി. പിന്നെ ഇതിൻ്റെ ക്ലച്ചിനകത്ത് വന്നത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. കാരണം അത് നല്ല പ്ലേ ആയിട്ടുണ്ട്. ഇനി അത് കിടന്ന് ഓടുതോറും അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പീസെറ്റ് സ്ലൈഡ് എന്ന് പറയാം, ഏകദേശം ഒരു 100 രൂപ താഴെ നമുക്ക് അതിന് കോസ്റ്റ് വരും. പിന്നെ ക്ലച്ച് യൂണിറ്റ് ഒക്കെ ആയാലും ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് കമ്പനി ബെൽറ്റ് നമുക്ക് കിടക്കണേ, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ നിലവിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ലീക്കേജ് ഉണ്ട്, ഓയിൽ ലീക്ക് ഉണ്ട് നല്ല രീതിയിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗ്യാസ്കറ്റ് മാറ്റാൻ വേണ്ടി അയച്ചാൽ, കാരണം ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓയിൽ താഴേക്ക് ചാടി പോകുമ്പോഴാണ് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ സർവീസിനൊക്കെ ആയിട്ട് കയറ്റി കാണുമ്പോൾ തന്നെ അത് കൈയോടെ മാറ്റി റെഡിയാക്കി ഇടാണെങ്കിൽ ആ കംപ്ലയിൻ്റ് അവിടെ ഞങ്ങൾ തീർന്നു നോക്കുള്ളൂ. പിന്നെ ഈ പറഞ്ഞ രീതിയുടെ കാർബേറ്ററിൻ്റെ ദിവസമാണ് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. ഇത് നമുക്ക് ജനറൽ സർവീസിൽ വന്നവർക്കല്ല കാർബേറ്റർ ക്ലീനിങ്. ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് വരുന്നില്ല. പക്ഷേ ഈ വണ്ടിക്ക് നമുക്കത് ചെയ്തേ പറ്റുള്ളൂ, എന്നാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാർബേറ്റർ അഴിച്ചേക്കണേ. കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ദിവസം ഓക്കെ ആവും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ രീതിയുടെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ അത് നമുക്ക് കാർബേറ്റർ അസംബ്ലി മാറ്റി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കും. അത് ഇപ്പോഴത്തെ പരമാവധി നമ്മളത് ഇല്ലാത്ത രീതിയിൽ നോക്കാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ കാർബേറ്റർ നമ്മുടെ വണ്ടിയിൽ വെച്ചു എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ പോലും നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ കിട്ടുന്നത് E20 എന്ന് പറയുന്ന 20%. 1 ലിറ്ററിൽ 800 മില്ലി മാത്രമാണ് നമുക്ക് പെട്രോളുള്ളൂ. ബാക്കി 20%, അതായത് 200 മില്ലി എത്തനോളാണ് അതിനകത്ത് മിക്സ് ചെയ്തത്. അതുകൊണ്ടാണ് അതിനെ E20 എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്തനോൾ അലുമിനിയം ബോഡിയുമായിട്ട് കെമിക്കൽ റിയാക്ഷൻസ് വരും. അത് നമുക്ക് ഈ വണ്ടിക്ക് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ ഒരു 10 വണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 8 വണ്ടിക്കും ഈ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. എന്തെങ്കിലും ഒരു ലക്ഷണമായിരിക്കും. ഒന്ന് ഓവർഫ്ലോ ആയിരിക്കാം, അല്ലെങ്കിൽ മിസ്സിങ് ആയിരിക്കാം, അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിരിക്കാം. അങ്ങനെ പലവിധ റീസണാണ് ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് മൂലം നമുക്ക് വന്നത്. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിക്കടെ എന്തെങ്കിലും ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഓൾറെഡി ജനറൽ സർവീസിലുള്ളതാണ്, അതിന് വേണ്ടി അഴിച്ചാണ്. ഇപ്പോൾ ക്ലച്ച് ഗ്രീസിങ്ങും അതേപോലെ ബുഷ് ഗ്രീസിങ്ങും ജനറൽ സർവീസിലുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. അതുപോലെ ബുഷൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല ബുഷാണ്. പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡറായാലും ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ലൈൻഡറാണ്, പക്ഷേ ഒറിജിനലല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ ലൈൻഡറിൻ്റെ ഈ ഭാഗമൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരഞ്ഞേക്കണായിട്ട് കാണാനായിട്ട് പറ്റും. എന്നാൽ ഇത്രയും ഭാഗം ഹബിനകത്ത് പിടിക്കണില്ല. അതുകൊണ്ട് ഇത്രയും ഭാഗം പിടിക്കണില്ല. ആ ഹബിനകത്ത് ടച്ച് ആവുന്ന ഭാഗമാണ് ആ ഒരഞ്ഞേക്കണായിട്ട് കാണുന്നത്. ബാക്കിയത്തെ പിടിക്കാതെ പോകുന്ന കേസാണ്. എന്തായാലും വേറെ മാർഗ്ഗമില്ല, പരമാവധി ഉപയോഗിച്ച് തീർക്കുക. അതിന് ശേഷം പിന്നീട് മാറ്റുമ്പോൾ ഇതൊക്കെ ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ 2 കേബിൾ ലോഡായിട്ട് നിൽക്കണേ, അത് കൂട്ടത്തേക്കൊന്ന് മാറ്റിയിടുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അപ്പോൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോകാം. ഒന്ന്, സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ബാറ്ററി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഈ ബ്രേക്കിൻ്റെ 2 കേബിളുകൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പ്രേ, അതേപോലെ സ്ലോ ജെറ്റ്, ആവശ്യമെങ്കിൽ ഫ്ലോട്ട് വാൽവ്, ഇത്രയായിട്ടാണ് നമുക്ക് കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വരാം. പിന്നെ ഹെഡിൻ്റെ ലീക്ക് ഉള്ളതുകൊണ്ട് ആ കവറിൻ്റെ ഗ്യാസ്കറ്റ്, ഹെഡ് കവറിൻ്റെ ബീഡിങ് ഗ്യാസ്കറ്റ് മാറ്റണം. അതേപോലെ അതിൻ്റെ മൗണ്ട് റബ്ബർ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ക്ലച്ചിലേക്ക് വരുമ്പോഴത്തേക്കും ഈ വന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ്, ബുഷ്, അത് നമ്മൾ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ബാക്കിയത്തെ ഐറ്റംസൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഒക്കെ ആയാലും അതൊക്കെ ഓക്കെ ആണെങ്കിൽ ചെയ്യാം. പിന്നെ ഈ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പോഞ്ച് പോലത്തെ ഫിൽറ്ററാണ് സെക്കൻഡറി ഫിൽറ്റർ. ഇവിടെ വന്നതാണ്, അത് മൊത്തം പൊടിഞ്ഞു പോയേക്കാണ്. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിലൂടെ മാറ്റി സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സ്റ്റാർട്ടർ കോയിൽ, സ്റ്റാർട്ടിങ്ങിൻ്റെ ഇഗ്നിഷൻ കോയിൽ അസംബ്ലി നമ്മൾ മാറ്റിയിടുന്നുണ്ട് കേട്ടോ. ഇത്ര ആയിട്ടാണ് നമുക്ക് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ പരമാവധി വീഡിയോ കണ്ടുകഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വണ്ടി ഒന്ന് നമുക്ക് വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റാക്കാം. ഓക്കെ.